നല്ല മൊരാന്ന് ചക്കക്കുരു കൊണ്ട് പക്കോട ഉണ്ടാക്കാം. ചക്കക്കുരു ഒന്നും ഇനി കളയരുത്. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്ക്. കഴിച്ചാൽ പോലും പറയത്തില്ല കേട്ടോ ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. ഇനി തൊലി കളയണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോവാൻ നിൽക്കണ്ട. വളരെ സിമ്പിളായിട്ട് തൊലി കളയാം. തൊലിയോട് കൂടി ഒരു കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാവേ. ചൂടാറി കഴിയുമ്പോഴത്തേന് ഇതുപോലെ തൊലി സിമ്പിളായിട്ട് ഊരിയെടുക്കാവേ. അപ്പോൾ തൊലി മാറ്റിയിട്ട് ചക്കക്കുരു മിക്സിയുടെ ചെറിയ ജാറിൽ 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. മുകളിൽ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ തൊലി കളഞ്ഞാൽ മതി കേട്ടോ. താഴത്തെ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അത് കളയണ്ട. ഇനി പൊടിച്ചെടുത്ത ചക്കക്കുരുവിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്. ഇനി കടലമാവ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണേൽ കടലമാവ് പകുതി എടുത്തിട്ട് പകുതി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടലമാവിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരല്പം ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ചക്കക്കുരു ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ചക്കക്കുരു പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തട്ടുകട ചമ്മന്തിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്താൽ അടിപൊളിയാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേ.